എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ്. അതായത് പാസ്ത ഞാൻ 3 പാസ്ത ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ സ്റ്റൈലിലാണ്, അതായത് മസാല പാസ്ത. അപ്പോൾ സാധാരണക്കാർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക, കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പൊ അതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള പാസ്തകളുടെ ലിങ്ക് ഞാൻ താഴെ തരാം. അപ്പൊ അത് നിങ്ങൾ നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഫിഷ് റോസ്റ്റ് ആയിരുന്നു. അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ സന്തോഷം. അപ്പൊ വീണ്ടും നല്ല റെസിപ്പീസ് ഞാൻ തീർച്ചയായിട്ടും വരാം. അപ്പൊ എങ്ങനെയാണ് നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള പാസ്ത തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ത്യൻ സ്റ്റൈലിൽ മസാല പാസ്ത എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. പലതരത്തിൽ നമുക്ക് പാസ്ത അവൈലബിൾ അല്ല. ഈ ഒരു ഷേപ്പിലുണ്ട്, അല്ലെങ്കിൽ വേറെ പല ഷേപ്സിൽ അവൈലബിൾ ആണ്. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ നൂഡിൽസ് പാക്കറ്റിലെ നൂഡിൽസ് വെച്ചിട്ടും സെയിം റെസിപ്പി ചെയ്യാം. അതുപോലെ തന്നെ സേമിയ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. നിങ്ങളുടെ അടുത്തുള്ള ഏത് പാസ്തയാണോ, നൂഡിൽസ് ആണോ, സേമിയ ആണോ, സെയിം വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ 200 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. 1.25 ഗ്ലാസ് അളവ്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിറയെ വെള്ളം ആദ്യം തന്നെ തിളപ്പിക്കാൻ വെക്കാം. കുറച്ചധികം വെള്ളം വേണം. അതിലോട്ട് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് 1.25 ടീസ്പൂൺ ഉപ്പായിരുന്നു. ഉപ്പ് ഇച്ചിരി മുന്നോട്ട് നിൽക്കണമെന്നേ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് ഒരുപാട് ഉപ്പിടരുത്. വെള്ളത്തിന്റെ അളവ് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ല. എന്നിട്ട് വെള്ളം വെട്ടി തിളച്ചതിന് ശേഷം ഈ പാസ്ത ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 8 മിനിറ്റാണ് ഞാൻ കുക്ക് ചെയ്തിരിക്കുന്നത്, ഹൈ ഫ്ലെയിമിൽ തന്നെ. അതിനുശേഷം ഞാനിവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ അധികം ഒട്ടിപ്പിടിക്കാത്ത പാസ്തയാണ്. അതേസമയം ഒട്ടിപ്പിടിക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെക്കുന്ന സമയത്ത് കുറച്ച് ഓയിൽ ഇതിന്റെ മുകളിൽ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താലും മതി. അപ്പൊ ഇങ്ങനെ ഒട്ടി ഇങ്ങനെ പിടിക്കില്ല. പ്രത്യേകിച്ചും സേമിയ അല്ലെങ്കിൽ നൂഡിൽസ് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. നമുക്ക് ആദ്യം തന്നെ പാസ്ത കുക്ക് ചെയ്തത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാൻ തുടങ്ങാം കേട്ടോ. അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ബട്ടറിൽ മാത്രം ഉണ്ടാക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഞാൻ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. മീഡിയം ചൂടാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ബട്ടറും ഓയിലും ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും വളരെ നൈസാക്കി അരിഞ്ഞത് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. ഒരു 6 അല്ലി വെളുത്തുള്ളി വളരെ നൈസാക്കി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നൈസാക്കി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ആദ്യം തന്നെ നമുക്ക് 1 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കാം. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാവും കേട്ടോ. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത്. ഞാൻ പാസ്ത പല ടൈപ്പ് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ത്യൻ ടൈപ്പ് വേണം, മസാല പാസ്ത വേണമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തായിരുന്നു ഈ റെസിപ്പി ഇടുന്നത്. അപ്പൊ ഞാൻ ഇതിന് മുമ്പ് ഇട്ടുണ്ടായിരുന്ന റെഡ് സോസ് പാസ്ത, പിങ്ക് പാസ്ത, അതുപോലെ തന്നെ വൈറ്റ് സോസ് പാസ്ത ഒക്കെ കാണാൻ മറക്കരുത്. ഓക്കെ, ഇപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് നമുക്ക് 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 2 സവാള വളരെ നൈസാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പിന്റെ അളവും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം ഒരുപാട് പേർക്ക് ഉപ്പിന്റെ പ്രശ്നം, ഉപ്പ് ചേർക്കുന്നത് ശരിയാവുന്നില്ല ചേച്ചി, കൂടി പോകുന്നു, കുറഞ്ഞു പോകണു എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും കംപ്ലൈന്റ് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ എന്നും പറയാറുള്ള പോലെ തന്നെ ഉപ്പിന്റെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് മാറ്റം വരുത്തണേ. ചിലർക്ക് ഉപ്പ് കുറച്ച് കൂടുതൽ വേണം, ചിലർക്ക് ഉപ്പ് കുറവ് മതി. എനിക്ക് എപ്പോഴും ഉപ്പ് കുറവാണ് ഇഷ്ടം. ഇനി നമുക്ക് ഇതിലോട്ട് 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്ന സ്പൈസസിന്റെ അളവൊക്കെ ഞാൻ എന്നും പറയാറുള്ള പോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ഉപയോഗിക്കുക, നമുക്ക് അഡൽസിനാണെങ്കിൽ കൂടുതൽ എരിവ് ഉപയോഗിക്കുക കേട്ടോ. അപ്പൊ അത് അമ്മമാര് തീരുമാനിച്ചോളൂ എത്ര മുളക് ഇടണം, എത്ര മുളക് പൊടി ഇടണം എന്നുള്ള കാര്യമൊക്കെ. അപ്പൊ നല്ല ഗോൾഡ് കളർ ആവുന്നവരെ നമുക്ക് ഇതങ്ങ് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ സവാള നല്ലതായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഇനി തീ കുറയ്ക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മാത്രമേ ഇതിലോട്ടുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഞാൻ ആദ്യം തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ ഫ്ലെയിം മറക്കരുത്, അല്ലെങ്കിൽ ഇട്ട വശം തന്നെ പൊടികളെല്ലാം കരിഞ്ഞു പോവുകയെ. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി. എരിവുള്ള മുളക് പൊടി ഇല്ല നിങ്ങളുടെ എത്തുന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും. ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇടുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് അതിന്റെ പച്ചമണം മാറിയെന്ന് ഉറപ്പ് വരുത്തണേ. അതല്ലെങ്കിൽ മല്ലിപ്പൊടിയുടെ ഒരു കുത്തുമണം ഉണ്ടാവും ഏത് ഐറ്റം ഉണ്ടാക്കുകയാണെങ്കിലും. അപ്പൊ പൊടികളുടെ പച്ചമണം മാറുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതെങ്ങനെ മാറുക, അതെങ്ങനെ അറിയാന്നൊക്കെ കുറെ പേര് എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കാറ്. നമുക്ക് സ്മെല്ല് മനസ്സിലാവും, അത് അതിന്റെ വാസന നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഏകദേശം 2-3 മിനിറ്റ് ചെറിയ തീയിൽ വഴറ്റി കഴിഞ്ഞാൽ തന്നെ അതിന്റെ ഒരു പച്ചമണം മാറിക്കിട്ടും. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊരു ഇന്ത്യൻ രീതിയിലായതുകൊണ്ടാണ് ഇതിലൊക്കെ മല്ലിപ്പൊടിയൊക്കെ ഇടുന്നത്. നോർമലായിട്ട് നമ്മൾ ഇതൊന്നും ഇടാറില്ല. ഞാനിതിൽ ഗരം മസാല ഇടുന്നില്ല. ഗരം മസാല വേണം എന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ വരെ ആകാം. അപ്പോൾ 2-3 മിനിറ്റ് ഞാനിത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ തക്കാളി ആണെങ്കിൽ 3 തക്കാളി, അതല്ലെങ്കിൽ 2 തക്കാളി കേട്ടോ. വളരെ നൈസാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് നന്നായി കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ വെള്ളം ചേർക്കുന്നില്ല.
ഇപ്പോൾ ചീനച്ചട്ടിയിലൊക്കെ ഉണ്ടെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് അടച്ച് വെച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. നന്നായിട്ട് നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ തക്കാളി നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നും കൂടെ തുറന്ന് വെച്ചതിന് ശേഷം ഒന്ന് വരട്ടിയെടുക്കണം. അതായത് ആ തക്കാളിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവണം. ഒരു പച്ചമണൊക്കെ മാറി ഇങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയുക, ഇത് മാത്രം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും ടേസ്റ്റ് ആയിട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. അല്ലെങ്കിൽ ലാസ്റ്റ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യുക. നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കച്ചപ്പ് ഒഴിച്ച് കൊടുക്കാം. കച്ചപ്പിന്റെ അളവ് ഡിപ്പെൻസ് കേട്ടോ. അപ്പോൾ ഓരോ കച്ചപ്പ് അനുസരിച്ച് മാറ്റം വരും. അപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ കച്ചപ്പാണ് ഞാൻ ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത്. അതിനുശേഷം ടേസ്റ്റ് നോക്കിയിട്ട് പോരാൻ തോന്നുകയാണെങ്കിൽ മാത്രം എക്സ്ട്രാ കച്ചപ്പ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് എന്താണ് ടേസ്റ്റിൽ കുറവ് പോലെ തോന്നുന്നത്, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം, വേണമെങ്കിൽ ഒരു അല്പം മധുരം ചേർത്ത് കൊടുക്കാം. അതെല്ലാം നോക്കി പിന്നെ പച്ചമുളക് കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ 2 പച്ചമുളക് വെറുതെ നെടുകയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് പേപ്പർ പൗഡർ ഇട്ട് കൊടുത്താലും നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കച്ചപ്പ് ഒഴിച്ച് കൊടുക്കാം. 5 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. നന്നായി തിളക്കട്ടെ. കച്ചപ്പ് ഒഴിച്ചതിന് ശേഷം ആ കച്ചപ്പിന്റെ പച്ചമണം മാറുന്ന വരെ നമ്മതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് ശേഷം മാത്രം മാക്രോണി ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏത് പാസ്തയാണോ സേമിയാണോ എന്താണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇതൊന്ന് തിളക്കട്ടെ. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ചും കൂടി ഉപ്പ് കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ 1 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും മൊത്തത്തിൽ. അപ്പോൾ അത് നോക്കിയും കണ്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ ഒരു നുള്ളു പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എരിവ് കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ. കുരുമുളകോ അല്ലെങ്കിൽ പച്ചമുളകോ ഇടാം. ഞാൻ ലാസ്റ്റ് 2 പച്ചമുളക് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടേ. ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. മല്ലിയില താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മാത്രം മതി. എന്നിട്ട് നമ്മളുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഇട്ട് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യണം നന്നായിട്ട്. എല്ലാ ഭാഗത്തേക്കും ഈ മസാല എത്തിയെന്ന് ഉറപ്പ് വരുത്തണേ. പിന്നെ ഇതിൽ ഞാൻ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ചീസാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചീസ് ചേർക്കുന്നത്. സാധാരണ നമുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ചീസ് ചേർക്കാറില്ല. അപ്പോൾ ചീസ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക. അതല്ലെങ്കിൽ ഈ സമയത്ത് നമുക്കങ്ങ് സ്റ്റോപ്പ് ചെയ്യാം. അതായത് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളച്ചതിന് ശേഷം ഓഫ് ചെയ്യാം. അപ്പോൾ ഗ്രേവി എപ്പോഴും അത്യാവശ്യം ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് ഇതെല്ലാം കുഴഞ്ഞിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ വിട്ടിരിക്കും, ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഒന്ന് യോജിച്ചിരിക്കണമെങ്കിൽ അത്രയും ഗ്രേവി ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ ഒന്ന് ആവുള്ളൂ. അപ്പോൾ ഒന്ന് ചൂടായതിനു ശേഷം ഞാനിതിലേക്ക് കുറച്ച് എന്ത് ചേർത്ത് കൊടുക്കാൻ പോവാണ്, ചീസ്. പിന്നെ ചില കുട്ടികൾക്ക് അധികം പുളിയൊന്നും ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെ വെച്ചാൽ തക്കാളിയുടെ അളവ് കുറച്ചോളൂ കേട്ടോ. പിന്നെ ടൊമാറ്റോ സോസിൽ അതായത് കച്ചപ്പിൽ കുറച്ച് മധുരം ഉണ്ടാവുമല്ലോ. എന്നാലും അതിലൊരു പുളി മുന്നോട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഞാനിതിൽ ഷുഗർ ഇട്ടത്. ഷുഗർ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം, ഒരു പ്രശ്നമില്ല. ഇനി ഞാനിതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കട്ടെ. പിന്നെ ഇപ്പോൾ എൻ്റെ മക്കളൊക്കെ കുറച്ച് വലിയ കുട്ടികളായതുകൊണ്ട് ഇവിടെ എരിവൊന്നും പ്രശ്നമില്ല. സ്പൈസ് ലെവൽ നമ്മൾ കഴിക്കുന്നത് തന്നെ അവർ കഴിച്ചോളും. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മോസറല്ല ചീസാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചീസ് വേണമെങ്കിലും ഉപയോഗിക്കാം. അതൊന്ന് മെൽറ്റ് ആവട്ടെ. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ ഓഫ് ചെയ്യാണ് കേട്ടോ. നമ്മുടെ ചീസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല രസമായി വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചീസ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. പക്ഷേ കുട്ടികൾക്ക് ചീസ് മിക്ക കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഞാൻ ചീസ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുക. സെർവിങ് ഡിഷിലോട്ട് മാറ്റിയതിന് ശേഷം ഇത് ഡെക്കറേറ്റ് ചെയ്യാം. അതിനുശേഷം ഫോട്ടോ എടുത്തതിന് ശേഷം ഞാൻ കൊണ്ടുവരാം. അപ്പോൾ ഞാനിതാ നമ്മുടെ ഡിഷ് ഫോട്ടോ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടേ. അപ്പോൾ ഇതൊരു 3 മുതൽ 4 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അളവാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കഴിക്കുന്നതനുസരിച്ച് മാറ്റം വരും കേട്ടോ. അപ്പോൾ ഞാനൊരു വായ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. സംഭവം കൊള്ളാം കേട്ടോ, ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള പാസ്തകളുടെ ലിങ്ക് ഞാൻ താഴെ തരാം. അത് നോക്കി നിങ്ങൾക്ക് ബാക്കിയുള്ള പാസ്ത ഉണ്ടാക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്